ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മുളച്ച് പൊങ്ങാറുണ്ടോ എങ്കിൽ ഇതിനുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുളച്ച് പൊങ്ങാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അടുത്തുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുളക്കില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്ന പാത്രത്തിൽ പ്രത്യേകിച്ചും നമുക്കിതാ ഇതുപോലെ ഒരു ചുവന്നുള്ളിയൊക്കെ അതുപോലെ വെള്ളുള്ളിയൊക്കെ സൂക്ഷിക്കുന്ന ഈ പാത്രത്തിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വെളുത്തുള്ളിൻ്റെ ഈ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങ് മുളക്കാതിരിക്കും കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് തൊലി ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഒരു 3-4 ചുവന്നുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി എടുക്കാം കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ള സമയത്ത്, അഥവാ ഒരുപാട് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്കിത് തൊലി കളയാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ ഒരല്പം വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊലി കളയാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, വലിയുള്ളിയും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുതർന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ്സാക്കേണ്ട കാര്യമൊന്നും പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും ഒക്കെ വേഗം തൊലി കളയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെളുത്തുള്ളിൻ്റെ ചുവന്നുള്ളിൻ്റെ ഒക്കെ തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വെള്ളം നിങ്ങൾ പുറത്ത് കളയേണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു കീടനാശിനിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ റോസാ ചെടികളൊക്കെ റോസ് പെട്ടെന്ന് കൂടുതൽ നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് നല്ല റോസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ നല്ല ടിപ്പാണ്. അത് മാത്രമല്ല നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ കറിവേപ്പിലയിലൊക്കെ ചില മുള്ള് കുത്തുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഇലകൾക്ക് ഒരു വാടലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉഷാറാക്കാൻ നമുക്ക് ഇതിൻ്റെ ഈ തൊലി ഇട്ട ഈ വെള്ളം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അത് നാച്ചുറലായിട്ടുള്ള നല്ലൊരു കീടനാശിനിയാണ്. അതിൽ വരുന്ന പാറ്റകളും പ്രാണികളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഓടിക്കാൻ തന്നെ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിതൊക്കെ ഇട്ട് വെച്ച വെള്ളം കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു കളർ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ നല്ല അംശങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. അത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി പൊളിക്കാൻ പറ്റുന്നുണ്ട്. തൊലി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി കളിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ വെള്ളത്തിൽ കുതിർത്തിടുന്നത്. അതിനുശേഷം ഇത് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നും വേണ്ട. അത് കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ തൊലി ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെളുത്തുള്ളിയുടേതായാലും വലിയുള്ളിയുടേതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വെള്ളം നിങ്ങൾ കളയേണ്ട. ഈ വെള്ളത്തും കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ റോസ് ചെടിക്കും കറിവേപ്പിനും ഏത് ചെടിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കീടനാശിനിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടിപ്പുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.